ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നലെ ഡീബ്രോയി ഹൈപ്പോത്തിസിസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഡീബ്രോയി ഹൈപ്പോത്തിസിസ് എന്നും ഡീബ്രോയി വേവ് ലെങ്ത് എന്താണെന്നും അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ഡീബ്രോയി വേവ് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡീബ്രോയി വേവ് ലെങ്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സിനനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. സോ how this de Broglie wavelength varies with various parameters. നമ്മൾ പലതരത്തിലുള്ള പാരാമീറ്ററുകൾ പരിഗണിക്കുന്നുണ്ട്. ഈ പാരാമീറ്ററൊക്കെ അനുസരിച്ച് എങ്ങനെ ഡി ബ്രോയി വേവ് ലെങ്ത് വേരി ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ഒരു പാരാമീറ്റർ നമുക്കറിയാം. ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി ആണ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും പി മൊമെൻറ്റവും. സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്നറിയാം. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിലേറ്റിവിസ്റ്റിക് കേസ് ആണെങ്കിൽ, റിലേറ്റിവിസ്റ്റിക് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ ഓർഡറിൽ, ഓക്കെ, ലൈറ്റിൻ്റെ വെലോസിറ്റിയോട് അടുത്തുള്ള ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന കേസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം എം ഈസ് ഈക്വൽ ടു എം സീറോ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. വേർ എം സീറോ ഇസ് ദ റെസ്റ്റ് മാസ്. അപ്പോൾ ഇതിൽ ഈ 1/√(1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിനെ നമ്മൾ ഗാമ എന്ന് വിളിക്കും. അപ്പോൾ എം എന്ന് പറയുന്നത് ഗാമ എം സീറോയാണ്. ഓക്കെ, വേർ ദിസ് ഗാമ എന്ന് പറയുന്നത് 1/√(1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഈ ലാംഡ എന്ന് പറയുന്നതിനെ എച്ച് ഡിവൈഡഡ് ബൈ ഗാമ എം സീറോ വി ആണ് എന്ന് പറയാം. ഓക്കെ, ഓർ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ ഈസ് 1/√(1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ 1/√(1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിൽ ഡിനോമിനേറ്ററിലുള്ള √(1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിനെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എം സീറോ വി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന് എനിക്ക് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഞാനിവിടെ ഓക്കെ എച്ച് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ എം സീറോ വി ആണുള്ളത്. ഞാനിതിനെ ഒരു എം സീറോ ഇൻറ്റു സി ഇൻറ്റു വി ബൈ സി എന്ന് എഴുതുന്നു. ഓക്കെ, ഇത് എം സീറോ വി തന്നെയാണ്. ഒരു സി കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദിസ് ഇംപ്ലൈസ് എനിക്ക് ഈ ലാംഡയെ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം സീറോ സി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലേ, 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ബൈ സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. വി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ്. സോ ഇവിടെ വെലോസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റർ വെലോസിറ്റിയാണ്. വെലോസിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ ഡി ബ്രോയി വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. സോ ആസ് വെലോസിറ്റി ഇൻക്രീസസ്, നിങ്ങളിവിടെ നോക്കി അറിയാം ഈ ഡിനോമിനേറ്റർ ടേം ഒരു വി ബൈ സി ഉണ്ട്. വെലോസിറ്റി കൂടുമ്പോൾ വി ബൈ സി കൂടും എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ കൂടും. ഓക്കെ, സോ വി കൂടുമ്പോൾ, വെലോസിറ്റി കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുന്നു. ഇനി ന്യൂമറേറ്ററിൽ ഒരു 1/√(1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ വി കൂടുമ്പോൾ വി സ്ക്വയർ ബൈ സി സ്ക്വയർ കൂടും എന്ന് വെച്ചാൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ കൂടുമ്പോൾ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് കുറയും എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ കുറയും. ഓക്കെ, സോ നമുക്കിങ്ങനെ പറയാം, ആസ് വെലോസിറ്റി ഇൻക്രീസസ് ഇവിടുത്തെ ഡിനോമിനേറ്റർ, ഓക്കെ, ഡിനോമിനേറ്റർ ഇൻക്രീസസ്, ഇത് ഡിനോമിനേറ്റർ ഇൻക്രീസസ് ആൻഡ് ന്യൂമറേറ്റർ ഡിക്രീസസ്. ഡിനോമിനേറ്റർ കൂടുകയും ന്യൂമറേറ്റർ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ലാംഡയ്ക്ക് എന്താണ് സംഭവിക്കുക? ലാംഡ എന്ന് പറയുന്നത് ഇവിടെ ഡിക്രീസ് ചെയ്യും. ദെർഫോർ ലാംഡ ഡിക്രീസസ്.
അപ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റി എന്ന് പറയുന്ന പാരാമീറ്ററിനനുസരിച്ച് ഡി ബ്രോയി വേവ് ലെങ്ത് ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ റിലേറ്റിവിസ്റ്റിക് കേസാണ് പറഞ്ഞത്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും പോകേണ്ട കാര്യമില്ല. നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണെങ്കിൽ ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് സിംപ്ലി ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്, എച്ച് ഡിവൈഡഡ് ബൈ എം വി തന്നെയാണ്. ഓക്കെ, എം വി എന്ന് പറഞ്ഞാൽ M0 വി റെസ്റ്റ് മാസ് നമ്മൾ എടുക്കുന്നു. അതിനെ റെസ്റ്റ് മാസ്, കാരണം ഈ നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൻ്റെ പ്രത്യേകത എന്താ, എം ഈസ് ഈക്വൽ ടു M0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിൽ നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റിയേക്കാൾ വളരെ താഴെയാണ്. വി ഈസ് വെരി മച്ച് ലെസ് ദാൻ സി. അങ്ങനെ വി വെരി മച്ച് ലെസ് ദാൻ സി ആണെങ്കിൽ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. സോ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ എം ഈക്വൽ ടു M0 ആയിരിക്കും. അതുകൊണ്ട് എനിക്കിവിടെ M0 എന്ന് എഴുതേണ്ട കാര്യമില്ല, മറിച്ച് എന്തെന്ന് എഴുതിയാൽ മതി, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം വി എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അതായത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് കുറയുന്നതായിട്ടാണ് നമുക്ക് കിട്ടുക. ഇത് നോൺ റിലേറ്റിവിസ്റ്റിക് കേസാണ്. ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് റിലേറ്റിവിസ്റ്റിക് കേസിലാണ്. റിലേറ്റിവിസ്റ്റിക് കേസ് ആയാലും നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആയാലും വെലോസിറ്റി കൂടുമ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് കുറയുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാരാമീറ്റർ. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് പാരാമീറ്റർ. നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി ആണ്. ഇതിനെ സപ്പോസ് ഞാൻ എച്ച് സി ഡിവൈഡഡ് ബൈ പി സി എന്ന് എഴുതുന്നു. മേളിലും താഴെയും സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എനർജി, ഒരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജിയുടെ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് M0 സ്ക്വയർ സി റൈസ് ടു 4 ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇ സ്ക്വയർ എന്ന് പറയുന്നത് എനിക്ക് എന്തെഴുതാം, പി സ്ക്വയർ, അതായത് റൂട്ട് പോവും. സോ പി സി ഹോൾ സ്ക്വയർ പ്ലസ് M0 സി സ്ക്വയറിൻ്റെ സ്ക്വയർ, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഇവിടെ ഈ പി സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇ സ്ക്വയർ മൈനസ് M0 സി സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഈ ലാംഡ എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെ എഴുതാം, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ, നമ്മളിവിടെ കാണുന്ന ഈ പി സിക്ക് പകരം എന്ത് കൊടുക്കാം, പി സി സ്ക്വയർ നമുക്കറിയാം. അപ്പോൾ പി സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദിസ് ഇ സ്ക്വയർ മൈനസ് M0 സി സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. ഈ എക്സ്പ്രഷൻ നമുക്കറിയാമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ എനർജിയാണ്, ഒരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ടോട്ടൽ എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സോ ഇഫ് ടോട്ടൽ എനർജി ഇൻക്രീസസ്, നമ്മളിങ്ങനെ എടുക്കുകയാണ്, ഒരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി കൂടുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ റെസ്റ്റ് മാസ് M0 ആണ്, നമ്മൾ കൺസിഡർ ചെയ്ത പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് മാസ് M0 ആണ്. സോ ഇഫ് ടോട്ടൽ എനർജി ഇൻക്രീസസ് എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിലാണ് ഇ ഉള്ളത്. സോ ടോട്ടൽ എനർജി കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടും, എന്ന് വെച്ചാൽ ലാംഡ കുറയും. സോ ഇഫ് ടോട്ടൽ എനർജി ഇൻക്രീസസ്, ഡിനോമിനേറ്റർ ഇൻക്രീസസ് ആൻഡ് ലാംഡ ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതെങ്ങനെയുള്ള കേസിലാണ്, ഫോർ എ ഗിവൺ പാർട്ടിക്കിൾ ഓഫ് റെസ്റ്റ് മാസ് M0, ഫോർ എ ഗിവൺ പാർട്ടിക്കിൾ ഓഫ് റെസ്റ്റ് മാസ് M0, അതായത് മാസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇലക്ട്രോൺ എടുക്കുന്നു. ഓക്കെ, ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് 9.1 × 10⁻³ കിലോഗ്രാം ആണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരേ മാസ്സുള്ള രണ്ട് ഇലക്ട്രോണുകളുടെ ടോട്ടൽ എനർജി ചേഞ്ച് ചെയ്യുന്നു. ടോട്ടൽ എനർജി ചേഞ്ച് ചെയ്യുന്നത് മാസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് മറ്റെന്തോ പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ടോട്ടൽ എനർജി ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ ഫോർ എ ഗിവൺ പാർട്ടിക്കിൾ ഓഫ് റെസ്റ്റ് മാസ് M0, ഇഫ് ടോട്ടൽ എനർജി ഇൻക്രീസസ്, ലാംഡ ഡിക്രീസസ് എന്ന് കിട്ടും. സോ ടോട്ടൽ എനർജിക്ക് അനുസരിച്ച് എങ്ങനെയാണ് ലാംഡ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നൗ നമ്മൾ മൂന്നാമത്തെ പാരാമീറ്ററിലേക്ക് പോകുന്നു. ഓക്കെ, തേർഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ ലാംഡ എന്ന് പറയുന്നത് എച്ച് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് M0 സി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഞാൻ രണ്ട് ഡിഫറൻറ്റ് പാർട്ടിക്കിൾ എടുക്കുന്നു, ഒരേ ടോട്ടൽ എനർജിയുള്ള രണ്ട് ഡിഫറൻറ്റ് പാർട്ടിക്കിൾ എടുക്കുക. ദാറ്റ് ഈസ് കൺസിഡർ ടു ഡിഫറൻറ്റ് പാർട്ടിക്കിൾസ്. രണ്ട് ഡിഫറൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസ്റ്റ് മാസ് എങ്ങനെയായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. ഓഫ് വേരീഡ് റെസ്റ്റ് മാസ്
വിത്ത് സെയിം ടോട്ടൽ എനർജി. ഓക്കെ, ഒരേ ടോട്ടൽ എനർജിയുള്ള എന്ത് ചെയ്യുന്നു, രണ്ട് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ എടുക്കുന്നു. ഒരേ ടോട്ടൽ എനർജിയുള്ള രണ്ട് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് മാസിനനുസരിച്ച് എങ്ങനെയാണ് ലാംഡ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഈഫ് റെസ്റ്റ് മാസ് ഇൻക്രീസസ് എന്ന് വെച്ചാൽ m0 കൂടുന്നു. m0 കൂടുമ്പോൾ നമുക്കറിയാം ഈ ടേം m0 c² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം കൂടും. അതിനെ നമ്മൾ ഈ സ്ക്വയറിൽ നിന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യും, ഡിനോമിനേറ്റർ കുറയുമ്പോൾ ലാംഡ എന്ത് ചെയ്യും, ലാംഡ കൂടും. ഓക്കെ, സോ ഇഫ് റെസ്റ്റ് മാസ് ഇൻക്രീസസ്, നമുക്ക് എന്ത് പറയാം, ഡിനോമിനേറ്റർ ഡിക്രീസസ് ആൻഡ് ലാംഡ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരേ ടോട്ടൽ എനർജിയുള്ള ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം 9.1 × 10⁻³ കിലോഗ്രാമാണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 1.67 × 10⁻27 കിലോഗ്രാമാണ്. ഓക്കെ, ഏതിനാണ് മാസ് കൂടുതൽ? നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആണ്, പ്രോട്ടോണിനാണ് ഇലക്ട്രോണിനെ അപേക്ഷിച്ച് മാസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ മാസ് കൂടുതലുള്ളതിന് ഡി ബ്രോയി വേവ് ലെങ്ത് കുറവായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോറി, മാസ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇഫ് റെസ്റ്റ് മാസ് ഇൻക്രീസസ് ഡിനോമിനേറ്റർ ഡിക്രീസസ് ആൻഡ് ലാംഡ ഇൻക്രീസസ് എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് റെസ്റ്റ് മാസ് ഇൻക്രീസസ് ഡിനോമിനേറ്റർ ഡിക്രീസസ് ആൻഡ് ലാംഡ ഇൻക്രീസസ്. ഓക്കെ, അപ്പം റെസ്റ്റ് മാസ് കൂടുതൽ, അതായത് ഒരേ ടോട്ടൽ എനർജിയുള്ള, അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പ്രോട്ടോണിനും ഇലക്ട്രോണിനും രണ്ട് ഡിഫറെൻറ്റ് റെസ്റ്റ് മാസ് ഉള്ള പാർട്ടിക്കിളാണ്. ഓക്കെ, രണ്ടിൻ്റെയും ടോട്ടൽ എനർജി സെയിം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല, രണ്ടിൻ്റെയും ടോട്ടൽ എനർജി സെയിം ആണ്. അങ്ങനെ ടോട്ടൽ എനർജി സെയിം ആയിട്ടുള്ള രണ്ട് പാർട്ടിക്കിളുകൾ എടുത്താൽ അതിൽ എന്താണ്, ഈ റെസ്റ്റ് മാസ് കൂടുതലുള്ളതിനായിരിക്കും ഡി ബ്രോയി വേവ് ലെങ്ത് കൂടുതൽ വരിക. നമ്മൾ സാധാരണ ലാംഡ =h/mv എന്നെടുത്താൽ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് ആണ്. അതായത് മാസ് കൂടുമ്പോൾ ലാംഡ കുറയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ കേസ് അല്ല, നമ്മളൊരു ഡിഫറെൻറ്റ് കേസാണ് പറഞ്ഞത്. ടോട്ടൽ എനർജി സെയിം ആയിട്ട് നിൽക്കുന്ന രണ്ട് റെസ്റ്റ് മാസ് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടിക്കിളുകൾ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് മാസ് കൂടുതലുള്ള പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡി ബ്രോയി വേവ് ലെങ്ത് കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം റെസ്റ്റ് മാസ് കൂടുമ്പോൾ ഈ ടേം എന്ത് ചെയ്യും, കൂടും. ഈ ടേം കൂടുമ്പോൾ ഡിനോമിനേറ്റർ കുറയുമ്പോൾ ലാംഡ കൂടും. ഓക്കെ, സോ നമ്മൾ ഈ കേസുമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തെ കൺഫ്യൂസ് ചെയ്യരുത്. നോർമലി ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാസ് കൂടുമ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് കുറയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞ കേസ് എന്ത് മാത്രമാണ്, ടോട്ടൽ എനർജി സെയിം ആക്കി നിർത്തിക്കൊണ്ട് രണ്ട് ഡിഫറെൻറ്റ് മാസുള്ള പാർട്ടിക്കിൾ എടുത്താൽ അതിൽ മാസ് കൂടുതലുള്ളതിനായിരിക്കും ഡി ബ്രോയി വേവ് ലെങ്ത് കൂടുതലുള്ളതെന്നാണ് പറഞ്ഞത്. നൗ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ലാംഡ ഈസ് ഈക്വൽ ടു hc ഡിവൈഡഡ് ബൈ √e² മൈനസ് m0 c² ഹോൾ സ്ക്വയർ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോണിൻ്റെ കേസ് എടുക്കുന്നു. ഫോട്ടോണിൻ്റെ പ്രത്യേകത എന്താണ്, ഫോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോട്ടോണിൻ്റെ കേസിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെ വരും, hc ഡിവൈഡഡ് ബൈ √m0 0 വരുമ്പോൾ ഇത് 0 ആയിപ്പോൾ, അപ്പോൾ ഇത് e² എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് സിംപ്ലി hc/e. നമുക്കറിയാം ഒരു ഫോട്ടോണിനെ സംബന്ധിച്ച് ലാംഡ =hc/e ഓർ hc/λ ഓർ ദിസ് ഈസ് hν. ഇതാണ് നമ്മുടെ പ്ലാങ്കിൻ്റെ ക്വാണ്ട ഹൈപ്പോത്തിസിസ്. എനർജി ഓഫ് എ ഫോട്ടോൺ എന്ന് പറയുന്നത് hν ആണെന്ന് പറയുന്നില്ലേ. ഓക്കെ, സോ ഫോട്ടോണിൻ്റെ കേസിൽ എനർജി ലാംഡ എന്ന് പറയുന്നത് hc ഡിവൈഡഡ് ബൈ e ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം 3 ഡിഫറെൻറ്റ് പാരാമീറ്ററുകൾ പറഞ്ഞു. നമ്മളിനി നാലാമത്തെ പാരാമീറ്ററാണ് പറയുന്നത്. സോ നാലാമത്തെ പാരാമീറ്റർ നമുക്കൊരു പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് എനർജി m0 c², അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുമ്പോഴുള്ള അതിൻ്റെ എനർജിയാണ് അതിൻ്റെ റെസ്റ്റ് എനർജി എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് m0 റെസ്റ്റ് മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് m0 c² ആയിരിക്കും. അപ്പോൾ ആ പാർട്ടിക്കിൾ, അങ്ങനെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ
അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ റെസ്റ്റ് എനർജി പ്ലസ് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ ഒരു എക്സ്പ്രഷൻ പറഞ്ഞിരുന്നു. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എം സീറോ സി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ, ഞാൻ ഇക്ക് പകരം ഈ എക്സ്പ്രഷൻ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും, ഈ പറഞ്ഞ എം സീറോ സി സ്ക്വയർ പ്ലസ് കൈനറ്റിക് എനർജി ഹോൾ സ്ക്വയർ മൈനസ് എം സീറോ സി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എം സീറോ സി സ്ക്വയറിൻ്റെ സ്ക്വയർ പ്ലസ് കൈനറ്റിക് എനർജിയുടെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് എം സീറോ സി സ്ക്വയർ ഇൻറ്റു കൈനറ്റിക് എനർജി മൈനസ് എം സീറോ സി സ്ക്വയർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് സംഭവിക്കും, ഈ എം സീറോ സി സ്ക്വയർ ഹോൾ സ്ക്വയറും മൈനസ് എം സീറോ സി സ്ക്വയർ ഹോൾ സ്ക്വയറും ക്യാൻസൽ ആവും. ആൻഡ് ദിസ് വിൽ ബി സിംപ്ലി എച്ച് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി സ്ക്വയർ പ്ലസ് 2 ടൈംസ് കൈനറ്റിക് എനർജി ഇൻറ്റു എം സീറോ സി സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനെനിക്ക് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാം, എച്ച് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്, ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ്, ഞാൻ ഈ രണ്ട് ടേമിലും കൈനറ്റിക് എനർജി വരുന്നുണ്ട്, ഞാൻ ഒരു കൈനറ്റിക് എനർജിയെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് കൈനറ്റിക് എനർജി പ്ലസ് 2 എം സീറോ സി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് അനുസരിച്ച് എങ്ങനെയായിരിക്കും ഡി ബ്രോയി വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുക? അപ്പോൾ ഇവിടെ ക്ലിയർ ആണ്. വെൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻക്രീസസ്, വെൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻക്രീസസ് എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുകയും ലാംഡ കുറയുകയും ചെയ്യും. ലാംഡ ഡിക്രീസസ് ഫോർ എ ഗിവൺ പാർട്ടിക്കിൾ, ഫോർ എ ഗിവൺ പാർട്ടിക്കിൾ ഓഫ് റെസ്റ്റ് മാസ് എം സീറോ റെസ്റ്റ് മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് കൈനറ്റിക് എനർജി കൂടുമ്പോൾ ലാംഡ കുറയുന്നതായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജിക്ക് അനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളത്. ഇനി നമ്മുടെ ഒരു അഞ്ചാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതേ എക്സ്പ്രഷൻ തന്നെ എടുക്കുന്നു. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു ദിസ് കൈനറ്റിക് എനർജി പ്ലസ് 2 എം സീറോ സി സ്ക്വയർ. ഓക്കെ, നമ്മൾ സപ്പോസ് ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു, കൈനറ്റിക് എനർജി കെ ഇ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് അങ്ങനെയുള്ളൊരു പാർട്ടിക്കിൾ എടുത്താൽ റെസ്റ്റ് മാസിനനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ ഡി ബ്രോയി വേവ് ലെങ്ത് വേരി ചെയ്യുക? അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഫോർ എ ഗിവൺ കൈനറ്റിക് എനർജി എം സീറോ, ഇവിടെ നിന്ന് നമുക്കറിയാം എം സീറോ റെസ്റ്റ് മാസ് കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുകയും ലാംഡ കുറയുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഫോർ എ ഗിവൺ കൈനറ്റിക് എനർജി ലാംഡ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് റെസ്റ്റ് മാസ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉള്ള പാർട്ടിക്കിളാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഒരു പ്രോട്ടോണും അതേപോലെ ഒരു ഇലക്ട്രോണും എടുക്കുന്നു. ഓക്കെ, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും എടുക്കുന്നു. രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി സെയിം ആണെന്ന് വിചാരിക്കുക. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും കൈനറ്റിക് എനർജി, ദ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ പറഞ്ഞേ? ലാംഡ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് റെസ്റ്റ് മാസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം മാസ് ഓഫ് പ്രോട്ടോൺ ആണ് മാസ് ഓഫ് ഇലക്ട്രോണിനേക്കാൾ കൂടുതൽ. അപ്പോൾ റെസ്റ്റ് മാസ് കൂടുമ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് കുറയും. എന്ന് വെച്ചാൽ മാസ് ഓഫ് പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് നമ്മൾ സെയിം കൈനറ്റിക് എനർജി ഉള്ള രണ്ട് പാർട്ടിക്കിളുകളുടെ കേസിൽ റെസ്റ്റ് മാസിനനുസരിച്ച് എങ്ങനെയാണ് ഡി ബ്രോയി വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ പറഞ്ഞത് ഇത് റിലേറ്റിവിസ്റ്റിക് കേസാണ്. ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ്
ഒരു പാർട്ടിക്കിൾ ലൈറ്റിനോട് അടുപ്പിച്ചുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതാണ് റിലേറ്റിവിസ്റ്റിക് കേസ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ m0c². അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ റിലേറ്റിവിസ്റ്റിക് കേസ് എടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് എടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഫോർ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ m0c² ആണ്. അപ്പം ഞാനൊരു കേസ് എടുക്കുന്നു. അതായത് നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് m0c² ആണെന്നറിയാമല്ലോ. ഇഫ് കൈനറ്റിക് എനർജി ഈസ് വെരി മച്ച് ലെസ് ദാൻ m0c², ഇ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണ് m0c²നോട് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്, റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? m0c² മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് പ്യുവർലി എന്താണ്? നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളാണോ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ആ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് m0c² അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ റെസ്റ്റ് എനർജി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടിക്കിളിനെ നമുക്കൊരു നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളായിട്ട് എടുക്കാം. നോ, ഇവിടെ നമുക്ക് ഈ എക്സ്പ്രഷൻ ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് hc ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി പ്ലസ് 2m0c² ആണെന്നറിയാം. ഇത് ഏത് കേസാണ്? ദിസ് ഈസ് ദ റിലേറ്റിവിസ്റ്റിക് കേസാണ്. ഇനി നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൻ്റെ എന്താ പറഞ്ഞേ? ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ m0c², ഇത് ഏത് ലിമിറ്റിലേക്ക് പോകും? നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് കൈനറ്റിക് എനർജി ഈസ് വെരി മച്ച് ലെസ് ദാൻ m0c², ഈ കൈനറ്റിക് എനർജി പ്ലസ് 2m0c² എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എന്ത് തന്നെയായിരിക്കും? അത് 2m0c² തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കേസിൽ, അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ കൈനറ്റിക് എനർജി, ആദ്യത്തെ കൈനറ്റിക് എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി പ്ലസ് 2m0c² എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2m0c² ആണ്. ഓർ ദിസ് ഈസ് hc ഡിവൈഡഡ് ബൈ ഈ റൂട്ടിൻ്റെ അകത്ത് നമുക്കിവിടെ 2 ഉണ്ട്, ഒരു m0 ഉണ്ട്, ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. റൂട്ടിൻ്റെ അകത്തുള്ള c²നെ ഞാൻ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ c ആയിട്ട് വരും. ഈ സിയും കൂടെ ക്യാൻസൽ ആവും. ആൻഡ് ദിസ് വിൽ ബി h ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2m0 ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ നോൺ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ബിറ്റ്വീൻ the de Broglie wavelength lambda and kinetic energy. ഓക്കെ, ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ആണ്. ഒരു ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയുടെ ടേംസിൽ 2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ m0യും m എന്താണ്? സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് m0 എന്നും എഴുതാം, അല്ലെങ്കിൽ m എന്നും എഴുതാം. 2m ഇൻറ്റു കൈനറ്റിക് എനർജി ആണെന്ന് നമുക്ക് അറിയാവുന്നൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഞാനിത് റിലേറ്റിവിസ്റ്റിക്കിൽ നിന്നും ഈ പറഞ്ഞ നോൺ റിലേറ്റിവിസ്റ്റിക്കിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ രണ്ട് എക്സ്പ്രഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഈ എക്സ്പ്രഷൻ നിങ്ങൾ ഇതല്ലാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ ലാംഡ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p²/2m ആണ് മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ. അങ്ങനെയാണ് p എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇതേ എക്സ്പ്രഷൻ തന്നെ ഈ രീതിയിൽ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ റിലേറ്റിവിസ്റ്റിക് കേസിൽ നിന്നും ഡി ബ്രോയി വേവ് ലെങ്തിൻ്റെ എക്സ്പ്രഷൻ റിലേറ്റിവിസ്റ്റിക് കേസിൽ നിന്നും എങ്ങനെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസിലേക്ക് നമുക്ക് എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ, അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് കേസിലാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കൂടുമ്പോൾ പാർട്ടിക്കിളിൻ്റെ ഡി ബ്രോയി വേവ് ലെങ്ത് കുറയുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡി ബ്രോയി വേവ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ this de Broglie wavelength, this is how de Broglie wavelength of a particle varies
with different parameters. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ എനർജിയുടെ ടേംസിൽ പറഞ്ഞു, മാസിൻ്റെ ടേംസിൽ പറഞ്ഞു, കൈനറ്റിക് എനർജിയുടെ ടേംസിൽ പറഞ്ഞു, റെസ്റ്റ് മാസിൻ്റെ ടേംസിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ പാരാമീറ്ററുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ താങ്ക് യു.